ഹേ മൈ ജാൻസ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ പാർട്ട് 2ലേക്ക് വന്നു. പാർട്ട് 1 ഞാൻ ബട്ടർ ടാക്കർ കാണിച്ചു. പാർട്ട് 2 ഇപ്പോൾ ബട്ടർ മാറ്റിയിട്ട് അതിൽ ബാക്കിയുള്ള വേവ് വാട്ടർ കൊണ്ടുള്ള യൂസ് പറഞ്ഞു തരും. അതല്ലാണ്ട് നമ്മൾ ഈ ബട്ടർ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ലോവസ്റ്റ് ഫ്ലെയിം സെറ്റിങ്ങിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഞാൻ കാണിക്കാം. ആ വേവ് വാട്ടർ റിമൈനിങ് ആയിട്ടുള്ള വളരെ പ്രോട്ടീൻ റിച്ചാണ്. അത് നമുക്ക് ആട്ട കുഴയ്ക്കുമ്പോൾ വെള്ളത്തിന് പകരമായിട്ട് യൂസ് ചെയ്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടീസ് കിട്ടും. അത് ഫ്രിഡ്ജിൽ 2 ദിവസം വരെ ആട്ട കുഴച്ചിങ്ങനെ വയ്ക്കുക. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേവ് വാട്ടർ വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം വരെ നമുക്കത് കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കും ആ വേവ് വാട്ടർ. അപ്പോൾ ആട്ട കുഴയ്ക്കുമ്പോൾ പിന്നെ യൂസ് ചെയ്താൽ മതി. ഇത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ബട്ടർ മെൽറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കും, പിന്നെ ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ ആ പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ വെള്ളം അതിൽ നിന്ന് പോകുന്നതാണ്. ഇങ്ങനെ മെല്ലെ ലോവസ്റ്റ് ഫ്ലെയിമിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫുൾ ഇളക്കണമെന്നൊന്നും വേണ്ട. ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമുക്ക് കാണാം. ഇതിപ്പോൾ വെള്ളം അതിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും ഈ ഒരു സോളിഡ് ആ ഫോമൊക്കെ താഴോട്ട് പോയിട്ട് ഇങ്ങനെ സോളിഡ് പാർട്ടിക്കിൾസ് ആയിട്ട് അടിയിൽ സെറ്റിലാവും. എന്നിട്ടും കുറച്ചുകൂടി നമ്മൾ ചെറിയ ലോവസ്റ്റ് ഫ്ലെയിം വെച്ച് ചെയ്യണം. ഞാനിത് വേറെ പാത്രത്തിലേക്ക് ആക്കി. അപ്പോൾ കണ്ടില്ലേ, ആ പാർട്ടിക്കിൾസ് എല്ലാം ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആവും. പിന്നെ ഈ ഒരു ഫോം ആകുമ്പോൾ ഓഫ് ചെയ്യണം, കാരണം റെസിഡ്യുവൽ ഹീറ്റ് ഉണ്ട്. അപ്പം അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് സ്ലൈറ്റ്ലി ബ്രൗൺ ആവും. അതാണ് പെർഫെക്റ്റ് സ്റ്റേജ്. ആ ഫോമോ അതിൻ്റെ ലെയറൊക്കെ ഒന്ന് സെറ്റിലാവും അടിയിൽ. ഇങ്ങനെ ആയിക്കഴിയുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് ഇത് കറക്റ്റ് ആയി എന്നുള്ളത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകും ഗീ. അപ്പോൾ ഈ ഒരു ഫോം എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവാതെ സൈഡിലോട്ട് എടുത്ത് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് കുപ്പിക്കകത്തോ എന്തെങ്കിലും ഡബയ്ക്കകത്തോ നമ്മളിങ്ങനെ സീവിൻ്റെ പുറത്ത് മസ്ലിൻ ക്ലോത്ത് വെച്ചിട്ട് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ബാക്കി വരുന്ന നമ്മുടെ ആ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിൻ്റെയും യൂസ് ഉണ്ട്. അത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഈ പ്രോസസ്സിൽ കൂടെ നമുക്ക് എന്തുമാത്രം പ്രോഡക്റ്റ്സാണ് കിട്ടിയെന്നറിയോ. ഇതെല്ലാം വളരെ യൂസ്ഫുള്ളാണ്. ഇതാണ് നമ്മുടെ ലിക്വിഡ് ഗോൾഡ് ഘീ. ഇതിൻ്റെ ഹെൽത്തി ഫാറ്റിൻ്റെ വലിയൊരു കലവറയാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.